2025 മുതൽ 3 വർഷക്കാലം രാജയോഗം അനുഭവിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകർ സാഹസ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നവരും കർക്കശ സ്വഭാവക്കാരുമായിരിക്കും. എടുത്തു ചാടി എന്തും പ്രവർത്തിക്കുകയും പിന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരാണ്. ഉയരങ്ങളിലെത്താൻ അതിയായ ആഗ്രഹമുള്ളവരായിരിക്കും. ഏതു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വളരെ കൃത്യതയോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്തു തീർക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവരുമായിരിക്കും. പുറമേ ശാന്തശീലരാകുമെങ്കിലും ആരെയും വകവെച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല ചിത്തിര നക്ഷത്ര ജാതകർ. ചിത്തിര നക്ഷത്രക്കാരായ പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും അതിയായ താല്പര്യമുണ്ടായിരിക്കും. അടുക്കും ചിട്ടയോടും കൂടിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ആദർശനിഷ്ഠയിൽ ഉറച്ച ജീവിതമായിരിക്കും ഈ കൂട്ടർക്ക് അധികവും ഉണ്ടായിരിക്കുന്നത്. 2025 രാജയോഗം അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. അവർ ചെയ്യേണ്ട വഴിപാടുകൾ, പോകേണ്ട ക്ഷേത്രങ്ങൾ, അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ ചിത്തിര നക്ഷത്ര ജാതകരുടെ ജാതകം ആവശ്യമുള്ളവർ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച തീയതി ഇവ അറിയിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. തീർച്ചയായും നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. 2025 2024 അപേക്ഷിച്ച് ചിത്തിര നക്ഷത്ര ജാതകർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ നക്ഷത്ര ജാതകർ അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സഹിച്ചവർ തന്നെയാണ് ഇവർ. കൂടെ നിന്നവർ പോലും ഇവർക്ക് പാരയായിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ വലിയൊരു മാറ്റം ചിത്തിര നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3 വർഷക്കാലം ഈ ഒരു സൗഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. ആദർശനിഷ്ഠയിൽ ഉറച്ച ജീവിതമായിരിക്കും ചിത്തിര നക്ഷത്ര ജാതകർക്ക് അധികവും. ചിത്തിര നാളുകാർക്ക് പിതൃഗുണം കുറവായിരിക്കും. ബാല്യത്തിൽ തന്നെ പിതാവിൻ്റെ വിരഹമോ അകന്നുള്ള ജീവിതമോ ആയിരിക്കും. ചിത്തിര പിറന്നാൽ അക്കുടി നാശം എന്ന പഴഞ്ചൊല്ല് പ്രചാരത്തിലുണ്ട്. ചിത്തിര നാളുകാർ അധികവും സ്വന്തം വീടും നാടും വിട്ടുള്ള ജീവിതമായിരിക്കും. അന്യരുടെ സമ്പത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടായിരിക്കും. മാതൃഗുണവും മാതൃസ്നേഹവും വളരെ കൂടുതലായിരിക്കും. പല പ്രതിബന്ധങ്ങളും അപവാദ പ്രചരണങ്ങളും അഭിമുഖീകരിക്കേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ആകുലപ്പെടാറില്ല ചിത്തിര നക്ഷത്ര ജാതകർ. ചിത്തിര നാളുകാരുടെ വൈവാഹിക ജീവിതം സന്തോഷപ്രദമായിരിക്കുക എന്നത് അപൂർവമാണ്. ഗ്രഹസ്ഥിതിയിൽ ചൊവ്വയും ശുക്രനും ശനിയും പാപസ്ഥാനങ്ങളിലാണെങ്കിൽ വിവാര്യനാവുകയോ വൈകിയുള്ള വിവാഹത്തിനോ രഹസ്യമായി ബന്ധം പുലർത്തുന്നവരോ ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ചൊവ്വയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് ക്രൂരമായി പെരുമാറുന്നവരും പരുക്കൻ സ്വഭാവമുള്ളവരുമായിരിക്കും ചിത്തിര നക്ഷത്ര ജാതകർ. കന്നിരാശിയിൽ ജനിച്ച ചിത്തിര നാളുകാർ ധൈര്യമുള്ളവരും വിനോദം ഇഷ്ടപ്പെടുന്നവരും നല്ല പെരുമാറ്റമുള്ളവരും ക്ഷിപ്ര കോപികളും കഠിനാധ്വാനികളും സഹനശക്തിയില്ലാത്തവരും ഭംഗിയുള്ള നയനങ്ങളും ശരീരവും നിയമത്തോട് താൽപ്പര്യം എന്നീ ഗുണങ്ങളോടുകൂടിയുള്ളവരുമായിരിക്കും. അൾസർ, വിരശല്യം, ചൊറിച്ചിൽ, കാലുവേദന, ഉദരം
എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. തുലാൻ രാശിക്കാരായ ചിത്തിര നാളുകാരിൽ സാഹസിക പ്രവർത്തികളിൽ താൽപ്പര്യം, ഉന്നത സ്ഥാനങ്ങളിലെത്താനുള്ള ആഗ്രഹം, നല്ല ജോലികളിൽ താൽപ്പര്യം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ചിത്തിര നാളുകാരായ സ്ത്രീകൾക്ക് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. സ്വതന്ത്രമില്ലാത്ത ജീവിതം, ഭാഗ്യദോഷം, പലവിധ ദുരനുഭവങ്ങൾ എന്നീ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അസംതൃപ്തമായ ദാമ്പത്യം, അതിവിരഹ ദുഃഖം എന്നിവയ്ക്കും സാധ്യതയുള്ളതായി കണ്ടുവരുന്നുണ്ട്. ചൊവ്വയിൽ തുടങ്ങി രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലെ ദശാകാലങ്ങൾ ഇവരിൽ കടന്നു പോകുന്നു. എന്നിരുന്നാലും 2025 മുതൽ 2028 അവസാനം വരെ ഈ നക്ഷത്ര ജാതകർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം ഇവർ കുതിക്കുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്. പോകേണ്ടതായ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമതായി നിങ്ങൾ പോകേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരാൻ കാരണമാകും. രണ്ടാമത് നിങ്ങൾ പോകേണ്ടത് കാളഹസ്തി ക്ഷേത്രം. കാളഹസ്തിയിൽ പോകണം. അവിടെ രാഹു കേതു പൂജ നടത്തണം. ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് നിങ്ങൾക്കുണ്ടാകും. ജീവിതം നിങ്ങൾക്ക് മാറുന്നതായി അനുഭവപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ അസുലഭമായ അവസരങ്ങൾ വന്നു നിറയുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ തിരുപ്പതിയിൽ ദർശനം നടത്തുക. തിരുപ്പതിയിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. വർഷത്തിൽ ഒരു തവണയെങ്കിലും തിരുപ്പതിയിൽ പോവുക. ഒരു മാറ്റം, ഒരു തിരുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും. ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അനുഭവിച്ച ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. ചിത്ര നാളുകാരുടെ ജാതകം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും അയച്ചു തരുന്നതാണ്. സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ചിത്തിര നാളുകാർക്ക് കഴിയും. അങ്ങനെ വലിയൊരു മഹാഭാഗ്യത്തിലേക്ക്, ആ ഒരു ഭാഗ്യം 3 വർഷക്കാലം നിലനിർത്തുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങളുടെ നല്ല നാളുകൾ ഇനി അഭിവൃദ്ധിയുടേതും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ആകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.